സാറെ ക്ലാസ് എടുക്കാനായില്ലേ? ഓക്കെ, കയറട്ടെ. ഗുഡ് ഈവനിങ് ആൾ. Good evening. ഗുഡ് ഈവനിങ് സാർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Sir. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, Good evening. Good evening. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? സാർ. ഓക്കെ. കേൾക്കുന്നുണ്ടല്ലേ? ചെറുതായിട്ടൊന്ന് വിട്ടില്ല. ഓക്കെ, അപ്പൊ ശരിയാവും. ഓക്കെ, താപം, ഹീറ്റ്. അതായത് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപത്തിനാണ് താപം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അപ്പോ പദാർത്ഥങ്ങളുടെ അവസ്ഥ മാറാന്ന് പറഞ്ഞാല് എന്താണ്? ഇപ്പൊ ഖരം ദ്രാവകമാകാം, അല്ലെ? സോളിഡ് ലിക്വിഡ് ആവാം, ലിക്വിഡ് ഗ്യാസ് ആവാം. അങ്ങനെ പദാർത്ഥങ്ങൾ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഊർജ്ജ രൂപത്തിനാണ് നമുക്ക് എന്ത് പറയാം? താപം അഥവാ ഹീറ്റ് എന്ന് പറയാം, അല്ലെ? ചൂടാക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ പദാർത്ഥങ്ങളുടെ അവസ്ഥ നമുക്ക് മാറ്റാൻ കഴിയൂലേ? ഇപ്പൊ ഖരാണെങ്കിൽ നമുക്ക് ചൂടാക്കി ദ്രാവകമാക്കി മാറ്റാം, ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് ഗ്യാസ് ആക്കിച്ച് മാറ്റാം. അങ്ങനെ മാറ്റിക്കൂടെ? അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞാല് മനസ്സിലാവണമെങ്കിൽ പറയണം കേട്ടോ. മനസ്സിലാവണമെങ്കിൽ മടി കൂടാതെ ചോദിക്കണേ. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപത്തിനാണ് താപം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഓക്കെ അല്ലേ? നോക്കുക, താപപ്രേഷണം അഥവാ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. Transmission of heat refers to the flow of heat from one place to another. അതായത് താപപ്രേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക. ചൂട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിനാണ് താപപ്രേഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. Transmission of heat refers to the flow of heat from one place to another. നമുക്കറിയാം ചൂട് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എങ്ങനെയാണ്? ചൂട് കൂടിയ ഭാഗത്ത് നിന്ന് ചൂട് കുറഞ്ഞ ഭാഗത്തേക്കാണ് താപം സഞ്ചരിക്കുക, ഹീറ്റ് സഞ്ചരിക്കുക. എന്നിട്ടാണ് ചൂട് കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് താപം സഞ്ചരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? താപപ്രേഷണം അഥവാ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ചാലനം അഥവാ കണ്ടക്ഷൻ. അതായത് ലോഹ കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ഒരു കമ്പി, ഒരു ലോഹത്തിന്റെ കമ്പി അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ ഒരു കമ്പി, ചെമ്പിന്റെയോ എന്ത് സ്ക്രീനിൽ ഫുള്ള് കാണാൻ പറ്റില്ല.
സ്ക്രീന് മലയാളം കാണില്ലേ? ഇംഗ്ലീഷ് ഞാൻ താഴത്തേക്ക് വലിക്കുമ്പോ കാണും കേട്ടോ. നോട്ട് അയച്ചു തരൂ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് കിട്ടിയോ? ഓക്കെ നോക്കാം. അപ്പൊ നോക്കാം, ലോഹ കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കും. അതായത് ഒരു കമ്പി അല്ലെങ്കിൽ ചെമ്പാവോ അലുമിനിയം ആവാം, ഏത് ലോഹം ആയിക്കോട്ടെ, അതിന്റെ ഒരറ്റത്ത് ചൂടാക്കുമ്പോ നമുക്ക് ആ ചൂട് നമ്മളെ പിടിക്കണ കൈ നമുക്ക് വരില്ലേ? വരും. എങ്ങനെയാണ് അത് ചൂട് എല്ലാ ഭാഗത്തേക്കും എത്തുന്നത്? അതായത് ലോഹ കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോ ആ ഭാഗത്തുള്ള തന്മാത്രകള് ഈ താപം സ്വീകരിച്ചിട്ട് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യും. ചൂടാണ് സ്ഥലത്തുനിന്ന് തന്മാത്രകൾ ഈ താപങ്ങൾ സ്വീകരിച്ചിട്ട് അടുത്തുള്ള തന്മാത്രകളിലേക്ക് ഇങ്ങനെ താപം കൈമാറ്റം ചെയ്ത് എന്താവും, എല്ലാ ഭാഗത്തേക്കും അതിന്റെ ചൂടെത്തും. ഇതിനാണ് ചാലനം എന്ന് പറയാ, കണ്ടക്ഷൻ എന്ന് പറയാ. അതായത് when heat is received at one end of a metal rod, the molecules at that end receive the heat and transfer it to the nearest molecules. ചൂടാക്കുന്ന ഭാഗത്തുള്ള തന്മാത്രകള് ഈ ചൂട് സ്വീകരിച്ചിട്ട് അടുത്തുള്ള തന്മാത്രയിലേക്ക് ഇങ്ങനെ ഈ ചൂട് ഇങ്ങനെ കൈമാറ്റം ചെയ്യും. അങ്ങനെ അവസാനം ആ കമ്പിയുടെ എല്ലാ ഭാഗത്തേക്കും ചൂടെത്തും. ഇങ്ങനെ ഇതിനെന്താ പറയാ? ചാലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. when heat is received at one end of a metal rod, the molecules at that end receive the heat and transfer it to the nearest molecules. This method of transmission of heat is called conduction. ഖരവസ്തുക്കളിലെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. in solids heat is transmitted through conduction. ചാലനം വഴിയാണ് സോളിഡിലൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ഖരങ്ങളിലൊക്കെ ഇങ്ങനെ ചാലനം ഈ തന്മാത്രകൾ കൈമാറ്റം ചെയ്യുന്നത് വഴിയാണ് ചൂട് സഞ്ചരിക്കുന്നത്. മ്യൂട്ട് ചെയ്യൂ, ആരാണത്? ഇനി നോക്കുക, സുജാലകങ്ങൾ, ഗുഡ് കണ്ടക്ടേഴ്സ്. എന്താ ഗുഡ് കണ്ടക്ടേഴ്സ്? സുജാലകം എന്ന് പറഞ്ഞ എന്താണ്? അതായത് substances which allow heat to pass through them well by conduction are called good conductors. അതായത് ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുജാലകങ്ങൾ എന്ന് പറയുന്നത്, ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം ഇതൊക്കെ എന്താണ്, തുടങ്ങിയ വസ്തുക്കളൊക്കെ എന്താണ്, സുജാലകങ്ങളാണ്. മൈക്ക് ഓഫ് ചെയ്യാൻ പറയാവോ? അത് മ്യൂട്ട് ചെയ്യൂ, ആരാണത്? സംശയം മാത്രം തുറന്നാ മതി, അല്ലാത്തതൊക്കെ മ്യൂട്ട് ചെയ്യൂ. ലച്ചുവിന്റെ ബുക്ക് ലച്ചുവിന്റെ ബുക്കൊക്കെ പിന്നെ നോക്കാം, അത് എടുത്തു വെക്ക്, മ്യൂട്ട് ചെയ്യേ. ഓക്കെ, അപ്പോ താപം നന്നായി കടത്തിവിടും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കറണ്ട് നന്നായി കടത്തിവിടുന്നവയെ കണ്ടക്ടേഴ്സ് എന്നും കറണ്ട് തീരെ കടത്തിവിടാത്ത ഇൻസുലേറ്റേഴ്സ് എന്നും പഠിച്ചിരുന്നു അല്ലെ. അതേപോലെ താപം നന്നായി കടത്തിവിടുന്നവരെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും, അതുപോലെ താപം കുചാലകങ്ങൾ, അതായത് പ്യുവർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ചാലനമായി താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ അല്ലെ. പ്ലാസ്റ്റിക്, മരക്കഷ്ണം, ഗ്ലാസ് റോഡ് ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ചൂട് വരികയൊക്കെ ചെയ്യും, പക്ഷെ എന്താ പറയാ, നന്നായിട്ട് കടത്തിവിടൂല അല്ലെ കുചാലകങ്ങള്. അപ്പോ ചാലനമായി താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് കുചാലകങ്ങൾ എന്ന് പറയുന്നത്. പ്യുവർ കണ്ടക്ടേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. Substances which do not allow heat to pass through them, do not allow heat to pass through them are called pure conductors. Examples plastics, wood, glass rod ഒക്കെ അതിൽ പെടും. ഓക്കെ, ഇനി നോക്കാം എന്താണ് സംവഹനം എന്ന് പറഞ്ഞാല്. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുവരെ പറഞ്ഞത് സോളിഡിന്റെ ഗ്യാസ് ആയിരുന്നു. ഇനി പറയാൻ ഖരത്തിന്റെ ഗ്യാസ് ആയിരുന്നു. ഇനി പറയാൻ പോകുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ്. അതായത് ലിക്വിഡിലും ഗ്യാസിലും. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന
താപപ്രവേശന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. അതായത് കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. നമുക്കറിയാം, നമ്മൾ ഇപ്പോ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളമൊക്കെ ചൂടാക്കുമ്പോൾ അത് തിളക്കാൻ സമയത്ത് അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ടാണ് തിളക്കുക അല്ലെ. ഇവിടെ എന്താ നടക്കുന്നത്? തന്മാത്രയുടെ സ്ഥാനമാറ്റമാണ്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലെ. തന്മാത്രയുടെ സ്ഥാനമാറ്റമാണ് ഇവിടെ നടക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് മോളിക്യൂൾസ് ആണ്. അതായത് ചൂടായ തന്മാത്രകൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചിട്ട് ചൂടാവാത്ത തന്മാത്രകൾ അതിന് വന്നിട്ട് എന്താവും, ചൂടായി ഇങ്ങനെ, അങ്ങനെയാണ് മൊത്തത്തിൽ ചൂടാവുക, ദ്രാവകങ്ങളിലാണെങ്കിലും വാതകങ്ങളിലാണെങ്കിലും. അപ്പോ ഇതിനാണ് സംവഹനം, കൺവെക്ഷൻ എന്ന് പറയുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രവേശന രീതിക്കാണ് സംവഹനം എന്ന് പറയുന്നത്, കൺവെക്ഷൻ എന്ന് പറയുന്നത്. Convection is the method of transmission of heat in gases and liquids by the displacement of molecules. Okay ആണോ? Yes. 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 ഇനി നോക്കാം. ഓക്കെ ഇനി നോക്കാം. വികിരണം അഥവാ റേഡിയേഷൻ. എന്താണ് വികിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഡിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപം പ്രവേശനം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ. ഉദാഹരണം പറയണെങ്കിലേ, നമ്മളിപ്പോ തീ കത്തിച്ചു, ഇപ്പൊ പുറത്ത് തീ കത്തിച്ചു, നമ്മളെടുത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടൂലേ? ചൂട് അനുഭവപ്പെടും. കാരണം അവിടെ എവിടെയെങ്കിലും മാധ്യമോ എന്തെങ്കിലും മീഡിയം വസ്തുക്കൾ ഉണ്ടോ? ഇരുമ്പോ ചെമ്പോ അലുമിനിയോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു മാധ്യമത്തിന്റെയും സഹായം ഇല്ലാതെ താപം പ്രവേശനം ചെയ്യപ്പെടുന്ന രീതിക്കാണ് വികിരണം എന്ന് പറയുന്നത്. റേഡിയേഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ മീഡിയം. ഒരു മീഡിയത്തിന്റെയും സഹായമില്ലാതെ താപം പ്രവേശനം ചെയ്യുന്ന രീതിയാണ് വികിരണം, റേഡിയേഷൻ എന്ന് പറയുന്നത്. വികിരണം വഴി താപം എന്താണ് എന്ത് ചോദിച്ചാലും? യെസ്. ഈ ഇപ്പൊ നമ്മള് തീ കത്തിക്കുമ്പോ ചൂടനുഭവപ്പെടല്ലോ, അപ്പൊ അവിടെ സംവഹനം ഉണ്ടാവുന്നില്ലേ? എന്തുണ്ടാവുക? സംവഹനം ഇല്ല, അവിടെ നമ്മൾ മാധ്യമം ഉണ്ടെങ്കിലേ സംവഹനം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇരുമ്പോ ചെമ്പോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചിരുന്നാലേ സംവഹനം ഉണ്ടാവുള്ളൂ. ചാലനം ഉണ്ടാവില്ല വിറകിന്റെ അറ്റത്തേക്ക് വരുന്ന എന്താ ചൂട് വരുന്നതിന്? ചാലനം. ഓക്കെ. റേഡിയേഷൻ പറഞ്ഞ എന്താണ്? ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല, അടിയിലൊരു മാധ്യമമില്ല. ഏറ്റവും നല്ല ഉദാഹരണം കാര്യം സൂര്യന്റെ താപം. സൂര്യന്റെ താപം നമുക്ക് ചൂട് കിട്ടണില്ലേ? സൂര്യന് ചൂട് കിട്ടണില്ലേ? എന്തെങ്കിലും മാധ്യമം ഉണ്ടായിട്ടാണോ ചൂട് കിട്ടണത്? സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നത് എന്ത് വഴിയാണ്? റേഡിയേഷൻ വഴിയാണ്, വികിരണം വഴിയാണ് അല്ലെ. ഹീറ്റ് ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ബൈ റേഡിയേഷൻ. ഇതിന്റെ അടുത്ത പോയിന്റ് നോക്കാം. വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിക്കും. ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിക്കും. അതായത് കടത്തിവിടുന്ന അർത്ഥം അല്ലെ. അതായത് ഹീറ്റ് വൈറ്റ് ഓർ സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട് റേഡിയന്റ് ഹീറ്റ് മോർ ദാൻ ബ്ലാക്ക് ഓർ റഫ് സർഫസസ്. ഇരുണ്ടതോ റഫ് പറഞ്ഞാല് പരുപരുത്ത് പറഞ്ഞാല് ഇങ്ങനെ ഉരള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ കറുത്ത ഷർട്ടൊക്കെ ഇട്ടാകുമ്പോൾ നല്ല ചൂടെടുക്കൂലേ? എന്താ കാരണം? അതായത് ഹീറ്റ് ഉണ്ടാവില്ല, പുറത്തേക്ക് കടത്തി വിടൂല അല്ലെ. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് ഇല്ലേ, നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടാവും. ആ ചൂട് പുറത്തേക്ക് കടത്തി വിടൂല. കറുത്ത ഷർട്ട് എന്താവില്ല, കടത്തി വിടൂല. അതുകൊണ്ടാണ് കറുത്ത ഷർട്ട് ഇട്ടാൽ നമുക്ക് ചൂട് എടുക്കുന്നത്. നേരെ മറിച്ച് വെളുത്ത ഷർട്ടാണ് എന്താണ്, നമ്മുടെ ശരീരത്തെ ചൂടൊക്കെ പെട്ടെന്ന് കടത്തി വിടും. ഓക്കെ. നോക്കാം ഖരവസ്തുക്കളുടെ താപീയ വികാസം.
താപം ലഭിക്കുമ്പോൾ തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ് അല്ലെ, താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കും. സോളിഡ്സ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. മനസ്സിലാക്കണോ? അതായത് താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കളൊക്കെ എന്താവും? വികസിക്കും, വലുതാവും. ചൂടാകുമ്പോൾ ഖരവസ്തു, ഇപ്പൊ നമ്മൾ 2 ഗ്ലാസ് ഇങ്ങനെ കുടുങ്ങി കിടക്കാണ്. എന്തെങ്കിലും വസ്തുക്കൾ തമ്മിൽ ഇങ്ങനെ നമുക്ക് ഊരാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അവിടെ ചൂടാക്കിയാൽ മതി. ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഊരിയെടുക്കാൻ പറ്റുന്നത്? അത് വലുതാവുന്നതുകൊണ്ടാണ്, വികസിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. അല്ല, വേറെ ഉദാഹരണം പറയാം. നമ്മളിപ്പോ അയലൊക്കെ കെട്ടിയിട്ടുണ്ടാവും വീട്ടില്, അയല കെട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ചില സമയത്താണ് അയലിങ്ങനെ ടൈറ്റ് അയഞ്ഞു കിടക്കണേ. ചില സമയത്ത് രാവിലെ ഒക്കെ എന്താ എണീക്കുമ്പോ ഈ അയലിങ്ങനെ ടൈറ്റ് ആയി നിൽക്കണത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടറിയോ? തണുക്കുമ്പോ എന്താവും അറിയോ? സങ്കോചിക്കും. അതായത് ഖരവസ്തുക്കൾ തണുക്കുമ്പോ ചുരുങ്ങ ചെയ്യാ. തണുക്കുമ്പോ ഖരവസ്തുക്കൾ ചുരുങ്ങും, സങ്കോചിക്കും. ചുരുങ്ങും എന്ന് പറഞ്ഞാൽ സങ്കോചിക്കും. അതായത് കോൺട്രാക്ട് ചെയ്യും അല്ലെ. കോൺട്രാക്ട്, എക്സ്പാൻഷനും കോൺട്രാക്ഷനും. എക്സ്പാൻഷൻ ആ വികസിക്കുക, വലുതാവുക. കോൺട്രാക്ഷൻ ആ ചുരുങ്ങ, ചെറുതാവുക. ഓക്കെ. അപ്പൊ ഖരവസ്തുക്കൾ ചൂടായാൽ എന്താവും? അപ്പൊ വെയിലൊക്കെ തട്ടി കഴിഞ്ഞപ്പോ എന്താവും? ഇപ്പൊ നമ്മളെ ഫുട്ബോൾ കളിക്കുമ്പോ ബാറിന്റെ ഭാഗം നമ്മൾ കാര കെട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കാര കെട്ടുമ്പോ ചിലപ്പോ കാണാം ടൈറ്റ് ആയി നിൽക്കണേ, ചിലപ്പോ കാണാൻ ലൂസായി നിൽക്കണേ. അത് താപം ലഭിക്കുമ്പോഴാണ് എന്താവണത്? അത് ലൂസായി നിൽക്കണത്, കാരണം വികസിക്കാണ്. തണുക്കുമ്പോ കാണാൻ എന്താവണത്? വലിഞ്ഞു മുറുകി നിൽക്കണത്. അപ്പൊ എന്താണ്? സങ്കോചിക്കാണ് അല്ലെ, ചുരുങ്ങാണ്. അപ്പൊ എന്താ പറഞ്ഞത്? തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ദ്രാവകങ്ങളിലും. ദ്രാവകങ്ങളിൽ താപീയ വികാസം എങ്ങനെയാണ്? തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ് എങ്ങനെയാണ്? ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കും, തണുക്കുമ്പോൾ സങ്കോചിക്കും. ലിക്വിഡ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ് അല്ലെ. ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ എന്താണ്? നീരാവിയായിട്ട് പോകും, അപ്പൊ കുറെ വികസിച്ചു പോകും. തണുക്കുമ്പോ എന്താവും? ഐസായിട്ട് മാറും. അപ്പൊ എന്താവുക? ചുരുങ്ങല്ലേ ചെയ്യണത്. സാർ ഐസ് ആവുമ്പോ അതിന്റെ അത് കൂടുതലല്ലേ ചെയ്യാ? എന്ത്? അതുകൊണ്ട് മോളിക്യൂൾസ് അടുത്തടുത്ത് വരല്ലേ ഐസ് ആവുക. അതല്ല, 4 ഡിഗ്രിക്ക് ജലം 4 ഡിഗ്രിക്ക് ശേഷം വികസിക്കല്ലേ ചെയ്യാ? ഞാൻ പറയണതറിയോ? തന്മാത്രകൾ എങ്ങനെയാണ്? ദ്രാവകങ്ങളിലെ തന്മാത്രകൾ എന്താണ്? വളരെ കുറച്ച് അകലായിരിക്കും അല്ലെ. അല്ലേ? അതെ. അപ്പൊ ഐസ് ആകുമ്പോ എന്താവും? തന്മാത്രകള് അടുത്തോട്ട് വരും. അടുത്തടുത്ത് വരും അല്ലെ. ഏറ്റവും അടുത്ത് വരുമ്പോഴാണ് ഐസ് ആവണത് അല്ലെ. അതെ. അപ്പൊ ചുരുങ്ങല്ലേ. ഓക്കെ. പക്ഷെ നമ്മളൊരു ഗ്ലാസ്സിൽ ഇപ്പോ കുറച്ച് വെള്ളം എടുത്തു, അടുത്ത് ഫ്രീസർ വെച്ച്. ഞാൻ ഉദ്ദേശിക്കുന്നത് വലിപ്പം കുറയാന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കയറ് വലിപ്പം കുറയാണ് ചെയ്യണത്. വലിപ്പം കുറയുന്നുണ്ടോ അവിടെ? ഇല്ല, വലിപ്പം കുറയില്ല കേട്ടോ. വലിപ്പം കുറയല്ല പറഞ്ഞത്. ഞാൻ തന്മാത്രകളുടെ കാര്യം പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഇനി വാതകങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കും, തണുക്കുമ്പോ എന്താവും? വാതകങ്ങൾ സങ്കോചിക്കും. ഓക്കെ. അതായത് നമുക്കിത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു വസ്തുവിന്റെ 3 അവസ്ഥകള്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിലെ തന്മാത്രകളുടെ അകലം അല്ലെ, ആകർഷണ ബലം, തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലം, ഇതൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും മനസ്സിലാവുന്നത് അല്ലെ. അതിന്റെ വലിപ്പം നോക്കി നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ പലതിലും പല കേസായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ വാതകങ്ങൾ അങ്ങനെ തന്നെ. വാതകങ്ങളില് ചൂടാക്കുമ്പോ വാതകങ്ങൾ വികസിക്കും, തണുക്കുമ്പോ വാതകങ്ങള് സങ്കോചിക്കും. ഓക്കെ. അപ്പൊ എക്സ്പാൻഷനും കോൺട്രാക്ഷനും, എക്സ്പാൻഡും കോൺട്രാക്റ്റും, വികസനം, സങ്കോചനം അല്ലെ. വികസിക്കുക, സങ്കോചിക്കുക. 3 കേസിലും. അപ്പോ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം, 3 കേസിലും ചൂടാക്കുമ്പോ വികസിക്കുകയും തണുക്കുമ്പോ സങ്കോചിക്കുകയും ചെയ്യുന്നു. 3 കേസ് മനസ്സിലായോ? അത്ര ഉള്ളു അതിൽ പറയണം കേട്ടോ. മനസ്സിലായി സാർ. ഇനി താപനില. എന്താ താപനില എന്ന് പറഞ്ഞാല്? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന അതാണ് താപനില അല്ലെ. ഒരു താപത്തിന്റെ ടെമ്പറേച്ചറിന്റെ അളവ്. ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന അതിനെക്കുറിച്ച് ചോദിക്കാം.
താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദത്തിനാന്ന് പറയാ താപനില എന്ന് പറയാം. ഇറ്റ് ഈസ് എ ടേം ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. ടെമ്പറേച്ചർ ഈസ് ദ ടേം that indicates the degree of hotness. It is a term that indicates the degree of hotness. താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് താപനില എന്ന് പറയുന്നത്. ഇനി താപനില ഡിഗ്രി സെൽഷ്യസില്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ 2 യൂണിറ്റിലാണ് താപനില പറയാ. താപനില അളക്കാൻ ഉപയോഗിക്കുക അല്ലെ. അത് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98 ഡിഗ്രി ഫാരൻഹീറ്റ് ഇങ്ങനെയാണ് പറയാ അല്ലെ. യൂണിറ്റ് ആണ് മനസ്സിലായില്ലേ? സാറേ ഏഹ് കെൽവിൻ കെൽവിൻ ഉണ്ട്. കെൽവിൻ അത് സ്കെയിലാണ് കേട്ടോ. ഇത് യൂണിറ്റ്. ഓക്കെ, 23 കെൽവിൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് പറയണത് എന്താന്ന് വെച്ചാല് ഈ യൂണിറ്റ് ആണ് മനസ്സിലായില്ലേ? അതായത് ഇപ്പോ നമ്മള് പഞ്ചസാര 1 കിലോഗ്രാം പറയല്ലേ. ഇപ്പൊ കിലോഗ്രാം ആണ് അതിന്റെ യൂണിറ്റ് അല്ലേ. ഇപ്പൊ ദൂരം പറയും 100 മീറ്റർ എന്ന് പറയും. അപ്പൊ മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ്. അപ്പൊ ഈ ഒരു അളവ് ഏതിലാണോ പറയണത് അതാണ് അതിന്റെ യൂണിറ്റ് അല്ലേ. അപ്പൊ താപനില നമ്മൾ എന്തിലാ പറയാ? ഡിഗ്രി സെൽഷ്യസിൽ പറയാം, അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയാം. ഓക്കെ, അപ്പൊ ദ യൂണിറ്റ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടെമ്പറേച്ചർ ആർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? Thermometer. തെർമോമീറ്റർ. യെസ്, വെരി ഗുഡ്. Thermometer. Thermometer. യെസ്, വെരി ഗുഡ്. തെർമോമീറ്റർ ആണ് അല്ലെ. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ 2 എണ്ണാണുള്ളത്. തെർമോമീറ്റർ 2 എണ്ണാണുള്ളത്. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്, ലബോറട്ടറി തെർമോമീറ്റർ ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അല്ലെ. ക്ലിനിക്കൽ തെർമോമീറ്റർ പറഞ്ഞാല് a clinical thermometer is used to measure body temperature. ശരീരത്തിന്റെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ താപനില എത്രയാണ്? ഇപ്പൊ പനിയൊക്കെ വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യും അല്ലെ. ചൂട് എത്ര നോക്കാം, ചൂടിന്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കും അല്ലെ. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 37 degree Celsius. 98.6 ഓക്കെ, വെരി ഗുഡ്. 37 ഡിഗ്രി Sir, സെൽഷ്യസ്. അതെ, സാധാരണ അവസ്ഥയിൽ മനുഷ്യന് ശരീര താപനില എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ താപനില അല്ലെ, സാധാരണ അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ താപനില ഫാരൻഹീറ്റിൽ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര പറയാ? 98.6, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. താപനില സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 98.6 അങ്ങനല്ലേ നമ്മളതിൽ നോക്കിയതാണ്. അപ്പോ ഈ 37 ഡിഗ്രിയേക്കാൾ കൂടി എന്ന് സംഭവിക്കുക അതെ, നമുക്ക് എന്തുണ്ട്? പനി ഉണ്ടെന്ന് മനസ്സിലാക്കാം അല്ലെ. 37 ഡിഗ്രിയേക്കാളും കൂടിയാല് 38, 39 ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്? 40, 41 ഒക്കെ ആണെങ്കിൽ നല്ല പനി ഉണ്ടാവും അല്ലെ. 42, 43 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താവും? മരണം വരെ സംഭവിക്കാം. ഓക്കെ, നമ്മുടെ ശരീരം അത്ര ചൂടാൻ പാടില്ല. പിന്നെ പറയാനുള്ളത് കുറഞ്ഞാലും പ്രശ്നമാണ്. 37 ഡിഗ്രിയേക്കാൾ ശരീരം കുറഞ്ഞാൽ 34, 33 ഒക്കെ ആണെങ്കിൽ അത് മരിച്ചു എന്നർത്ഥം. മരിച്ചാൽ നമുക്കറിയാം നമ്മുടെ ശരീരം കുറച്ച് തണുപ്പില്ലേ. മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരം എന്താവും? തണുത്തിട്ടുണ്ടാവും. 32, 33, 30 ഒക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഒരു മനുഷ്യന്റെ സാധാരണ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ തെർമോമീറ്റർ ആണ് ലബോറട്ടറി തെർമോമീറ്റർ. അതായത് laboratory thermometer is an instrument used in a laboratory to measure temperature. അതായത്
ലാബുകളിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ. അപ്പൊ നേരത്തെ പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ ആയിരുന്നു അല്ലെ. ഇനിയിപ്പോ എന്താ വെള്ളത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളൊക്കെ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. സാറേ ഇതൊന്നും കൂടി പറയോ? അതായത് ലാബുകളിൽ നേരത്തെ പറഞ്ഞത് എന്താ, ക്ലിനിക്കൽ തെർമോമീറ്റർ അല്ലേ, അത് ശരീരത്തിന്റെ താപനില അളക്കാൻ ഉപയോഗിക്കണതാണ് അല്ലേ അല്ലേ? സാർ ഈ കമന്റ് ബോക്സിൽ ആവശ്യമില്ലാത്ത വീണ്ടും നിർത്താൻ പറയും. കമന്റ് ബോക്സ് ഓഫ് ചെയ്യൂ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാത്തത്. സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഓൺ ആക്കി ഇരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ആ കമന്റ് കാണുന്നില്ല. അപ്പൊ ഞാൻ അത് എടുക്കാനുള്ള അവസ്ഥ എടുത്തത്. കമന്റ് സെക്ഷനിൽ ആരും കമന്റ് ഇടണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. മ്യൂട്ട് ചെയ്ത് ഹലോ സാറോടെ? ഓക്കെ. കമന്റ് ഉണ്ടോ ഇപ്പോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. നല്ല കുട്ടികളായിരിക്കും കേട്ടോ. ശ്രദ്ധിച്ചിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അതായത് താപനില അളക്കാൻ വേണ്ടിയിട്ട് ലബോറട്ടറി മനസ്സിലായില്ലേ? ഈ ലാബൊക്കെ അല്ലേ സ്കൂളിലും ഇതിലൊക്കെ ലാബ് ഉണ്ടാവൂലേ? കോളേജുകളിലൊക്കെ ഉണ്ടാവും, ലാബുകൾ ഉണ്ടാവും അല്ലെ? സയൻസ് ലാബുകൾ ഉണ്ടാവും അല്ലെ? സാറ് എത്ര ഡിഗ്രി താപനിലയായിരുന്നു മനുഷ്യന്റെ ശരീരത്ത്? 37 ഡിഗ്രി സെൽഷ്യസ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ആ ഓക്കെ. ലബോറട്ടറി തെർമോമീറ്ററില് ലാബുകളിലൊക്കെ എന്തെങ്കിലും ഉപകരണങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ലായനിന്റെ ഒക്കെ ചൂട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ കേട്ടോ. തെർമോമീറ്റർ ആണല്ലേ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നോക്കാം, എന്താണ് കടൽക്കാറ്റ്? പകൽ സമയത്ത് സമയത്ത് അതെ, പകൽ സമയത്ത് കര പകൽ സമയത്ത് ചൂടേക്കാരം കടല് തണുപ്പേക്കാരം. അത് പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാ. കടൽക്കാറ്റ് എന്നാൽ എന്ത്? പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ്. ഇപ്പൊ നമുക്കറിയാം പകൽ സമയത്ത് നമുക്ക് ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം നല്ല കാറ്റായിരിക്കും അല്ലെ കടലിന്. അപ്പൊ ഇതിനാണ് കടൽക്കാറ്റ് എന്ന് പറയാം. ഇത് പകൽ സമയത്താ ഉണ്ടാവുക. ആരാ മ്യൂട്ട് ചെയ്യാത്താരാ? പോലീസ്. പിന്നെ നോക്കട്ടാ. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ. The wind blowing from the sea to the land during the day. അതായത് പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ്. ഇതെപ്പോഴാ ചോദ്യം വരാ? സീം ബ്രീസ് എന്നാൽ എന്താണെങ്കിൽ അത് എപ്പോഴാണ് ഉണ്ടാവുക? പകൽ സമയത്താ ഉണ്ടാവുക. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി അല്ലേ? നമ്മൾ പകലൊക്കെയാണ് ബീച്ചിലേക്ക് പോവുക. മ്യൂട്ട് ചെയ്യാൻ മറന്നതാട്ടോ, സോറി. ഓക്കെ കുഴപ്പമില്ല. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് അല്ലെ. പകൽ സമയത്ത് നമുക്കറിയാം നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാല് കാറ്റിങ്ങനെ അടിക്കും കടലിൽ നിന്ന് അല്ലെ. അപ്പൊ അതിനാണ് കടൽക്കാറ്റ് എന്ന് പറയാം. സീ ബ്രീസ്, ദ വൈൻഡ് ബ്ലോവിംഗ് ഫ്രം ദ സീ ടു ദ ലാൻഡ്, കരയിലേക്ക് ഡ്യൂറിങ് ദ ഡേ. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ്, സീ ടു ദ ലാൻഡ്. ഇനി കരക്കാറ്റ്. എന്താ കരക്കാറ്റ് പറഞ്ഞാല്? രാത്രി സമയത്ത് കടലിലേക്ക് വീശുന്ന കാറ്റ്. രാത്രി സമയത്ത് ഉണ്ടാവാം. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുക. നമുക്കറിയാം നമ്മൾ അങ്ങോട്ട് ബീച്ചിലേക്ക് രാത്രി തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് അങ്ങനെ കാറ്റടിക്കുക അല്ലെ. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുക. ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാല് എ വൈൻഡ് ബ്ലോവിംഗ് ഫ്രം ദ ലാൻഡ് ടു ദ സീ അറ്റ് നൈറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സാറേ ഇതിന് കാരണം വിശിഷ്ട താപദാരിദ്ര്യല്ലേ? എങ്ങനെ?
ഇതിന് കാരണം വിശിഷ്ട താപധാരിത കാരണല്ലേ കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാവുന്നത്? അതെ അതെ നമ്മൾ പഠിക്കണ താപത്തിനെ കുറിച്ചാണല്ലോ. താപധാരിതയാണ് ഇതിന് കാരണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എങ്ങോട്ടാണ്? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, താപത്തിന്റെ സഞ്ചാരം എവിടുന്ന് എങ്ങോട്ടാണ്? കൂടിയതിൽ നിന്നും കുറഞ്ഞതിൽ. ചൂട് കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് അല്ലേ? അപ്പോ നമുക്കറിയാം വെള്ളം പെട്ടെന്ന് ചൂടാവും കരയിനേക്കാളും. സൂര്യൻ പെട്ടെന്ന് രാവിലെ ഉദിച്ചിട്ട് പെട്ടെന്ന് എന്താവും? കടല് ചൂടാവും അല്ലേ? അല്ലേ? നമ്മുടെ കര ചൂടാൻ നമുക്ക് ആലോചിച്ചാൽ മതി. നമ്മളെ കര ചൂടാവണമെങ്കിൽ 11 മണി 12 മണിയൊക്കെ ആവൂലേ? എന്നാൽ കടലിൽ പെട്ടെന്ന് എന്താവും? വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. ചൂടാവുമ്പോ തന്നെ എന്താവും? അവിടുന്ന് താപം കൂടിയ ഭാഗത്ത് കുറഞ്ഞ ഭാഗത്തേക്കല്ലേ സഞ്ചരിക്കുക? അപ്പൊ എന്താവും? അപ്പൊ നമ്മുടെ കടലിൽ നിന്നും കാറ്റ് ഇങ്ങോട്ട് വീശാൻ തുടങ്ങും. താപം ഇങ്ങോട്ട് പോരാൻ തുടങ്ങും അല്ലെ? അപ്പൊ കാറ്റായിട്ട് എന്താ വരിക? അല്ലെ? കാറ്റല്ലേ വരിക? താപത്തിന് സഞ്ചാരം കാറ്റ് വഴിയല്ലേ വരിക? താപം സഞ്ചരിക്കുക. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് കടൽക്കാറ്റുണ്ടാവണത്? ഓക്കെ. ഇനി കരക്കാറ്റ് എങ്ങനെയാണ്? കരക്കാറ്റ് രാത്രി സമയത്ത് കരയിൽ നിന്ന് കടലിലേക്ക്, അതായത് ഭൂമി രാത്രി സമയത്ത് ഭൂമി ചൂട് കുറയാൻ സമയം എടുക്കും അല്ലെ? വെള്ളം പെട്ടെന്ന് തണുക്കൂലേ? വെള്ളം പെട്ടെന്ന് തണുക്കും, പക്ഷെ കര തണുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലെ? അപ്പൊ ചൂട് കൂടിയ ഭാഗത്ത് കുറഞ്ഞ ഭാഗത്തേക്ക് എന്താവും? കാറ്റ് സഞ്ചരിക്കും, താപം സഞ്ചരിക്കും. അങ്ങനെയാണ് കരക്കാറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് കടൽക്കാറ്റും കരക്കാറ്റും ഇവിടെ പറയാൻ കാരണം. ഓക്കെ ആണോ? നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞാല് ഇപ്പൊ എടുത്തു കഴിഞ്ഞ് ഒന്നുകൂടി പറഞ്ഞുതരാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയിൽ വന്ന് കയറിയവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓരോ സ്ലൈഡ് പറയുമ്പോഴും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അപ്പൊ പറയണേ. ഓക്കെ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യണേ. ഓക്കെ. താപം പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപത്തിനാണ് താപം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി that can change the state of matter. ഓക്കെ ആണോ? അതായത് ഒന്ന് പറയാം, സോളിഡ്, ലിക്വിഡ്. നമുക്കറിയാം പദാർത്ഥങ്ങൾ 3 അവസ്ഥയാണ് അല്ലേ? ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. അപ്പൊ ഈ അവസ്ഥക്ക് മാറ്റം വരുത്താൻ കഴിയുക എങ്ങനെയാണ്? ഒന്നിൽ ചൂടാക്കണം അല്ലെ? തണുപ്പിക്കുക വേണം അല്ലെ? ചൂടാക്കുമ്പോ എന്താണ്? ഇതിന് മാറ്റം വരും. അങ്ങനെയുള്ള രൂപമാണ് താപം അല്ലെ? താപോർജം, ഹീറ്റ് എനർജി, താപോർജം. ഓക്കെ. അപ്പൊ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് കാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. പിന്നെ പഠിച്ചത് താപപ്രേഷനാണ്, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് അല്ല, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. അതായത് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കണതാണ് താപപ്രേഷണം എന്ന് പറയാം. അത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇനി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഉണ്ട്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാനിതിൽ കൊടുത്തിട്ടില്ല. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാല് ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് സഞ്ചരിക്കുക എങ്ങട്ടാ? ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ചൂട് കൂടിയ ഭാഗത്ത് നിന്ന് ചൂട് കുറഞ്ഞ ഭാഗത്തേക്കാണ് താപം സഞ്ചരിക്കുക. പിന്നെ പഠിച്ചത് കണ്ടക്ഷൻ ആണ്, ചാലനാണ്. അതായത് ലോഹക്കമ്പിയുടെ ഒരു ഭാഗത്തുനിന്ന് ഒരറ്റത്ത് താപം ലഭിക്കുമ്പോ ആ ഭാഗത്ത് താപം ലഭിച്ച ഭാഗത്തുള്ള തന്മാത്രകള് താപം സ്വീകരിച്ചിട്ട് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യും. ഇത്തരത്തിൽ താപം കൈമാറി പ്രവർത്തനം ചെയ്യപ്പെടുന്ന രീതിക്കാണ് ചാലനം എന്ന് പറയാം. When heat is received at one end of a metal rod, the molecules at that end receive the heat and transfer it to the nearest molecules. This method of transmission of heat is called conduction. എന്ന് പറയുവാണെങ്കിൽ
അതായത് ഏതെങ്കിലും ലോഹത്തിന്റെ ഒരറ്റത്ത് ഇപ്പൊ നമ്മൾ തീയിലേക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം, തീയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ചൂടാണ് ഭാഗത്തുള്ള തന്മാത്രയൊക്കെ താപം അങ്ങനെ സ്വീകരിച്ചിട്ട് അടുത്തുള്ള തന്മാത്രയിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് അവസാനം നമ്മൾ കൈയിനടുത്ത് ചൂടെത്തുകയാണ് ചെയ്യാം. എങ്ങനെ ലാൻഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞുതരുമോ? സാറേ ഇങ്ങനെ ലാസ്റ്റ് പറയട്ടെ, ലാസ്റ്റത്തെ ടോപ്പിക് അല്ലേ, ലാസ്റ്റ് പറയട്ടോ. സാറേ ആ ഖരവസ്തുക്കളിൽ മാത്രാണോ ഈ ചാലനം ഇതൊക്കെ യെസ്, മാറുക? ഖരവസ്തുക്കളില് എല്ലാത്തിലും നമ്മൾ അടുത്ത് പറയും, സംവഹനം പറയും. ഓക്കെ, ഖരവസ്തുക്കളിൽ താപം പ്രകാശനം ചെയ്യപ്പെടുന്നത് ഈ ചാലനം വഴിയാണ്. അടുത്തത് സുജാലകങ്ങളും കുജാലകങ്ങളും അല്ലെ. നമുക്ക് താപത്തിന്റെ അടിസ്ഥാനത്തില്, താപം കടത്തിവിടുന്നവരുടെ അടിസ്ഥാനത്തില് വസ്തുക്കളെ രണ്ടായിട്ട് തരംതിരിക്കാം. സുജാലകങ്ങള്, കുജാലകങ്ങള്. ഗുഡ് കണ്ടക്ടേഴ്സും ബാഡ് കണ്ടക്ടേഴ്സും. സുജാലകങ്ങൾ പറഞ്ഞാല് ചാലനം വഴി താപം നന്നായി കടത്തിവിടും അല്ലെ. താപം നന്നായി ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം ഒക്കെ പെട്ടെന്ന് താപം കടത്തിവിടും. നമുക്ക് അടുക്കളയിൽ കയറി അറിയാൻ പറ്റും അല്ലെ, തൊട്ട് കഴിഞ്ഞാൽ ചൂടാകരം. അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ സുജാലകങ്ങൾ എന്ന് പറയാം അല്ലെ. സബ്സ്റ്റൻസസ് വിച്ച് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം വെൽ നന്നായി അല്ലെ ബൈ കണ്ടക്ഷൻ ആർ കാൾഡ് ഗുഡ് കണ്ടക്ടേഴ്സ്. താപം നന്നായി കടത്തിവിടുന്ന പദാർത്ഥങ്ങളെയാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അയണ്, കോപ്പർ, അലുമിനിയം ഒക്കെ നന്നായി കടത്തിവിടുന്നവയാണ്. ഇനി കുജാലകങ്ങൾ പറഞ്ഞാല് ഇൻസുലേറ്റേഴ്സ് അല്ല. കുജാലകങ്ങൾ പറഞ്ഞാൽ ചാലനം വഴി താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളാണ്. നന്നായി കടത്തിവിടാത്ത, അതായത് ഇപ്പൊ മരം ആയാലും നമുക്ക് ചൂട് ചിലപ്പോൾ അങ്ങനെ വരും അല്ലെ, കുറച്ചൊക്കെ. പ്ലാസ്റ്റിക് ആണെങ്കിൽ ചൂട് കുറച്ചൊക്കെ വരും. ഇപ്പൊ ഗ്ലാസ് ആണെങ്കിൽ ചൂട് കുറച്ചൊക്കെ മുകൾക്ക്, നമ്മൾ ചായ ഗ്ലാസ് എടുക്കാണ്, ഗ്ലാസിന്റെ മുകൾക്ക് ചൂട് വരൂലേ കുറച്ചൊക്കെ. നന്നായി കടത്തിവിടില്ല, കുറച്ച് കടത്തിവിടുള്ളൂ കേട്ടോ. പറയാലോ. സുജാലകങ്ങൾ പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടേഴ്സ്, അതായത് താപം നന്നായി കടത്തിവിടും. അത് ഇരുമ്പ് അപ്പുറത്ത് ചൂടാക്കിയ പെട്ടെന്ന് ഈ തലക്കൊക്കെ ചൂട് വരൂലേ. അതേപോലെ സ്റ്റീല്, ചെമ്പ്, അലുമിനിയം ഒക്കെ അങ്ങനെ തന്നെ. എന്നാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. കുജാലകങ്ങൾ പറഞ്ഞാൽ പ്യുവർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടേഴ്സ് എന്നും പറയാം. അതായത് നന്നായി കടത്തിവിടൂല, കുറച്ച് കടത്തിവിടും. അപ്പൊ ഗ്ലാസ്സിലെ പൊട്ടുന്ന ഗ്ലാസ് നമുക്കറിയാം. അല്ലെങ്കിൽ ചായ ഒഴിച്ചാല് പകുതി ചായ ഒഴിച്ചു, പകുതി സ്ഥലം ഒഴിച്ചിട്ട് അവിടെ നമുക്ക് പിടിക്കാനൊക്കെ പറ്റും, പക്ഷെ ചെറിയ ചൂടുണ്ടാവൂലേ. മരക്കഷ്ണൊക്കെ അങ്ങനെ തന്നെ, ഗ്ലാസ് റോഡ്, പ്ലാസ്റ്റിക് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടോ. എന്ത് ചോദിച്ചേ? ഇംഗ്ലീഷ് ഇതാ. സബ്സ്റ്റൻസസ് which do not allow heat to pass through them well നന്നായി കടത്തിവിടാത്ത, നന്നായി ആർ കാൾഡ് പ്യുവർ കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾസ് പ്ലാസ്റ്റിക്, വുഡ്, ഗ്ലാസ് റോഡ് എക്സെട്ര. എന്താണ് ചോദിക്കൂ. എന്തെങ്കിലും ഉണ്ടോ? ഇനി സംശയം വരാൻ പാടില്ല, അതിനാ ചോദിക്കണം. എന്തെങ്കിലും ഉണ്ടോ? അത് മനസ്സിലായില്ലോ. അത് മ്യൂട്ട് ചെയ്യൂ, ഞാൻ സംശയമാണ് കരുതി. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. സംവഹനം. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ചാലനം, അത് ഖരങ്ങളിൽ മാത്രാണ്. സംവഹനം എന്താണ്? ദ്രാവകങ്ങളിൽ മാറ്റങ്ങൾ നടക്കണാണ്. ഇവിടെ തന്മാത്രകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടല്ലേ ചെയ്യാ. തന്മാത്രകൾ സ്ഥാനം മാറുക ചെയ്യാ. അതായത് ഇപ്പൊ ഒരു വെള്ളം ചൂടാക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ തിളച്ചിങ്ങനെ മറിയൂലേ, വെള്ളം ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേ ഇരിക്കൂലേ. തന്മാത്രകൾ എന്താണ്? സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അല്ലാതെ തന്മാത്രകൾ താപം കൈമാറ്റം ചെയ്യല്ല, സ്ഥാനമാറ്റം. തന്മാത്രകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. തന്മാത്ര എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ ചെറിയ കണിയൊക്കെ തന്മാത്ര എന്ന് പറയാ. അതറിയില്ലേ? അറിയാം. അപ്പൊ ഇങ്ങനെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രകാശന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. കൺവെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല്, കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. അല്ലെ, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന മെത്തേഡിനാണ് കൺവെക്ഷൻ എന്ന് പറയാം. ഗ്യാസിലും ലിക്വിഡിലും ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. എന്താണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം
എങ്ങനെ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വികിരണം, റേഡിയേഷൻ. നമുക്കറിയാം സൂര്യനിൽ നിന്ന് റേഡിയേഷൻ സംഭവിച്ചു അല്ലെ, സൂര്യാഘാതം ഏറ്റു എന്നൊക്കെ പറയില്ലേ. അതായത് ഒരു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രാശനം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. റേഡിയേഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ മീഡിയം. അല്ലെ, ഒരു മീഡിയത്തിന് സഹായം ഇല്ലാതെ. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ പുറത്ത് തീ കത്തിക്കുകയാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആൾക്ക് നമുക്ക് ചൂട് കിട്ടും. അതെന്തുകൊണ്ടാണ്? റേഡിയേഷൻ ആണ്, വേറൊരു മാധ്യമത്തിന്റെ സഹായം അവിടെ ഇല്ല. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ആൾ ഡയറക്ഷൻ ത്രൂ റേഡിയേഷൻ. അല്ലെ, സൂര്യൻ വികിരണം വഴി താപം എല്ലാ ദിശയിലേക്കും പ്രസരണം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് മാത്രമല്ല, അത് തീ കത്തിക്കുകയാണ്, അതിന് ചുറ്റോറെന്നുണ്ട് ഒരേപോലെ ചൂട് അനുഭവപ്പെടും എന്നുള്ളതാണ്. അതേപോലെ സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നത് എന്ത് വഴിയാണ്? വികിരണം വഴിയാണ് അല്ലെ. ഹീറ്റ് ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ബൈ റേഡിയേഷൻ. ഇനി വൈറ്റ് ഓർ സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട് റേഡിയന്റ് ഹീറ്റ് മോർ ദാൻ ബ്ലാക്ക് ഓർ റഫ് സർഫസ്. കറുത്തതോ പരുക്കമായതോ ആയ പ്രതലങ്ങളെക്കാൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിരോധിക്കുന്ന ഏതാണ്? വെളുത്തതോ മിനുസമുള്ളതായ പ്രതലങ്ങളാണ്. പിന്നെ പഠിച്ച ഓരോ സ്റ്റേറ്റിലുമുള്ള, അതായത് ഓരോ അവസ്ഥയിലുമുള്ള താപീയ വികാസമാണ്, തെർമൽ എക്സ്പാൻഷൻ ആണ്. തെർമൽ എക്സ്പാൻഷൻ ആണ് താപീയ വികാസം. അതായത് ചൂടാകുമ്പോൾ വികസിക്കുന്നുണ്ടോ ചുരുങ്ങുണ്ടോ എന്നുള്ളത്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ എന്താവും? വികസിക്കും. സോളിഡ് എക്സ്പാൻഡ് ചെയ്യും വെൻ ഹീറ്റഡ്. താപം ലഭിക്കുമ്പോൾ. തണുക്കുമ്പോൾ സങ്കോചിക്കും ചുരുങ്ങും ചെയ്യാണ്ട് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. കോൺട്രാക്ട് ഓൺ കൂളിംഗ്. ഇനി ദ്രാവകങ്ങളിലാണെങ്കിൽ എന്താണ്? ദ്രാവകങ്ങളെ താപീയ വികാസം എന്ന് പറയുന്നത് ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുകയും ദ്രാവകങ്ങൾ തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. തെർമൽ എക്സ്പാൻഷൻ ലിക്വിഡ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. എക്സ്പാൻഷനും കോൺട്രാക്ഷനും, വികസിക്കലും സങ്കോചിക്കലും. എക്സ്പാൻഡ്, കോൺട്രാക്ട്, വികസിക്കുക സങ്കോചിക്കുക. മാറില്ലല്ലോ? ഇല്ല. ഓക്കെ. ഇല്ല. ലിക്വിഡ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. ഇനി വാതകങ്ങളിലെ താപീയ വികാസം എന്താണ്? ചൂടാക്കുമ്പോൾ വാതകങ്ങള് വികസിക്കുന്നു, തണുക്കുമ്പോൾ വാതകങ്ങള് സങ്കോചിക്കുകയും ചെയ്യുന്നു. പിന്നെ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. പിന്നെ പഠിച്ചത് താപനിലയാണ്, ടെമ്പറേച്ചർ അല്ലെ. താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് താപനില എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടേം ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെ. താപനില അല്ലെ, താപം അളക്കാൻ ഉപയോഗിക്കുന്ന പദത്തിനാണ് താപനില എന്ന് പറയാം, ടെമ്പറേച്ചർ എന്ന് പറയാം. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാം അല്ലെ. അപ്പോ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് എന്നോ 100 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നോ എന്നൊക്കെ പറയാം. ഇനി താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. തെർമോമീറ്റർ 2 ഉണ്ട് താപം അളക്കാൻ ഉപയോഗിക്കുന്ന. ഒന്ന് ക്ലിനിക്കൽ തെർമോമീറ്ററും 2 ലബോറട്ടറി തെർമോമീറ്ററും. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എ ക്ലിനിക്കൽ തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ബോഡി ടെമ്പറേച്ചർ. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് വായില് വെക്കും, അല്ലെങ്കിൽ നമ്മളെ കക്ഷത്തിലൊക്കെ വെച്ച് നോക്കും നമ്മളെ ചൂട് അളക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. കഴുകിയിട്ട് ചിലപ്പോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇത്. അപ്പൊ കഴുകിയിട്ടൊക്കെ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ. ആ അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ താപനില നമുക്കറിയാം എത്ര ഡിഗ്രിയാ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതിനേക്കാൾ കൂടുമ്പോഴാണ് നമുക്ക് പനിയൊക്കെ വരിക. അപ്പൊ നമ്മുടെ താപം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ വായിലോ അല്ലെങ്കിൽ കക്ഷത്തിലോ നമ്മൾ ഈ തെർമോമീറ്റർ വെക്കും. അപ്പൊ 37 ഡിഗ്രിയേക്കാളും കൂടുതലാണ് ഞങ്ങൾക്ക് പനി ഉണ്ട് അർത്ഥം അല്ലെ. അപ്പൊ 38 ഒരു നോർമൽ പനിയാണെങ്കിൽ 38 39 ഒക്കെ ആയിരിക്കും. പനി നല്ലോണം കൂടിയാൽ 40 ഡിഗ്രി 42 43 ഒക്കെ ആണെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. ഇപ്പത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് എന്താണ്? ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. അതായത് പണ്ടത്തെ കാലത്ത് അതിൽ അളവായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പത്തെ കാലത്ത് എന്താണ്? അത് ഡിജിറ്റൽ ആയിട്ട് കാണും.
നമ്മുടെ അവിടെ മെഷീൻ വെച്ച് കഴിഞ്ഞാല് അത് ഡിജിറ്റൽ ആയിട്ട് കാണും, എത്ര സെൽഷ്യസ് എന്നുള്ള ഡിജിറ്റൽ ആയിട്ട് കാണും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പണ്ടത്തെ കാലത്തൊക്കെ തൂക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ ഒരു തുലാസ് പോലെയായിരുന്നു അല്ലേ? തുലാസൊക്കെ അല്ലേ ഉപയോഗിച്ചിരുന്നത് പണ്ടത്തെ കാലത്ത് ആ അല്ലേ? ആ ഇപ്പത്തെ കാലത്ത് എങ്ങനെയാണ്, അത് ഡിജിറ്റൽ ആയിട്ട് നമുക്ക് കാണൂലേ? ആ, അപ്പൊ നമുക്ക് അക്കങ്ങൾ അതിൽ കാണൂല. അതേപോലെ തന്നെ കേട്ടോ തെർമോമീറ്ററും നമുക്ക് അക്കങ്ങൾ അതിൽ കാണാൻ പറ്റും. ഈ ലബോറട്ടറി തെർമോമീറ്റർ പഠിച്ചു, താപനില അളക്കാൻ ലാബുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയാം. ഓക്കെ, ലബോറട്ടറി തെർമോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ലബോറട്ടറി ടു മെഷർ ടെമ്പറേച്ചർ. പിന്നെ ലാസ്റ്റ് പഠിച്ചത് കടൽക്കാറ്റും കരക്കാറ്റും അല്ലെ? പകൽ സമയത്ത് കടൽ ചൂടായിട്ട് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. ഇംഗ്ലീഷ് ഒന്ന് കാണിച്ചു തരുമോ? Sea breeze, the wind blowing from the sea to the land during the day. ഇനി കരക്കാറ്റ് പറഞ്ഞാല് രാത്രി സമയത്ത് കര ചൂടായിട്ട് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് ലാൻഡ് ബ്രീസ് അല്ലെ? വൈൻഡ് ബ്ലോവിംഗ് ഫ്രം ദ ലാൻഡ് ടു ദ സീ അറ്റ് നൈറ്റ്. അതായത് ചൂട് കൂടിയ ഭാഗത്ത്, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് അല്ലെ? ചൂടിന്റെ സഞ്ചാരം എങ്ങോട്ടാ? ചൂട് കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് കാറ്റിന്റെ സഞ്ചാരം എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് ക്ലാസ് ഉള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ നോട്ട് ഷെയർ ചെയ്യോ? നോട്ട് അയക്കോ? നോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ താങ്ക് യു. ഓക്കെ, ഇനി Okay, പോവാനില്ല. thank you. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. പോവാനില്ല, അവർക്ക് പോണ്. കൊറേ ആൾക്കാർ പോയി. ഓക്കെ, ഇത്രയാണ് ക്ലാസ് ഉള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇല്ലോല് ക്ലിയർ ചെയ്യാം. എക്സാമിനത് വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് പരമായിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക്. സാറേ ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ എന്താ ലൈറ്റ് ആണ് എടുത്തത് അല്ലേ? ലൈറ്റ് അല്ലേ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഞാന് നോട്ടും കിട്ടിയായിരുന്നോ? കിട്ടില്ലേ? ഓക്കെ, സാറിന്റെ പേര്? എന്റെ പേര് ജിഷാർ. സാറേ വീട് എവിടെ? വീട് പാണ്ടിക്കാട്.